ഒ സ്നേഹിച്ച് പഠിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നടത്തുന്നത്. നമുക്ക് സ്നേഹിക്കുക ഒ സ്നേഹിച്ച് കീഴ്പ്പെടുത്താം. ഇത് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, മറ്റുള്ളവരിലേക്ക് ഒന്ന് പങ്കുവെക്കുക. ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് മാക്സിമം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒ സ്കിൽസ് റീഡിംഗ് പാർട്ട് സി സ്കിൽസ് നമ്മൾ കാണാൻ പോകുന്ന പാസേജ് ആണ്. ഇതൊരു ലിസണിങ് പ്രാക്ടീസ് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. സിസ്റ്റം വായിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ക്രിപ്റ്റ് അതിനോടൊപ്പം വായിച്ചു പോവുക. എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. 16. In the second paragraph, Dr. Peters says that prioritizing patients A is unfortunately necessary. B is less expensive in the long run. C should start at a government level. D has been shown to reduce harmful outcomes. A randomized study examining smoking cessation intervention before joint replacement surgery saw wound infection rates reduced from 27% in continuing smokers to 0 in those who quit smoking, Dr. Peters said. Almost 8% of breast reconstruction patients who smoke experience abdominal wall site necrosis, compared with 1% of non-smokers. These results are obviously significant. He believes that it's much better that the prioritization occurs on the basis of good evidence rather than on a whim or some political influence. If there was a healthcare system that had everything patients need and want immediately, there wouldn't be a problem. But we don't have that, and as far as I'm aware no country truly does. You have to determine priorities, Peters says. ഓക്കെ, എന്താണ് മെയിൻ ഇവിടെ? ഹെഡിങ് ലിസ്റ്റ് ഡോക്ടർ പീറ്റേഴ്സ് നെയിം ആണ് പ്രധാനപ്പെട്ടത്. അതിന്റെ കൂടെ ഒപ്പീനിയൻ വേർഡും ഉണ്ട് അല്ലേ? നെയിം ആണ് പ്രധാനപ്പെട്ടത്. നെയിം ഉണ്ടെങ്കിൽ നെയിം പോയി ചാടി പിടിക്കാം. അത് തന്നെയല്ല, പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് അല്ലെ? വിഷയം, സംസാരിക്കുന്ന വിഷയം പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് ആണ്. ഇവിടെ ഫസ്റ്റിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി. അതെന്താണെന്ന് പറയാവോ? സ്ട്രാറ്റജി എന്താണെന്ന് പറയാവോ? റീഡിംഗ് ഫോർ ഇമോഷൻസ്. റീഡിംഗ് ഫോർ ഇമോഷൻസ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യോ അത് കഷ്ടമായിപ്പോയി, ഇത് നഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ ചതിയായിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളുണ്ടെങ്കിൽ 100-ൽ 99.9999% അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നോക്കാം. അടുത്തതോ എക്സ്പെൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? എക്സ്പെൻസീവ്, ലെസ് എക്സ്പെൻസീവ് എന്നുള്ളതാണ്. പിന്നെ എന്നതാണ്? സ്റ്റാർട്ട് അറ്റ് ഗവൺമെന്റ് ലെവൽ. ആര് തുടങ്ങണം ഈ പരിപാടി എന്നാണ് അല്ലെ? അടുത്തത് എന്താണ്? ഡി, ഹാംഫുൾ ഔട്ട്കംസ്. റെഡ്യൂസ് ഹാംഫുൾ ഔട്ട്കംസ് ആണ്. ഇത് 4 ഇവിടെ നമ്മൾ ആദ്യത്തെ ടോപ്പിക് സെന്റൻസ് എന്താ പറയുന്നത്? സ്മോക്കിംഗ് സെസേഷൻ ഇന്റർവെൻഷൻ ബിഫോർ, അതായത് സ്മോക്കിംഗ് സെസേഷൻ എന്നുള്ളതാണ് മെയിൻ ഐഡിയ. അതിനെക്കുറിച്ചുള്ള ഇല്ലസ്ട്രേഷൻസ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, 2 കേസുകൾ, അത് ഉദാഹരണങ്ങളാണ് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ പാരഗ്രാഫ് സ്ട്രക്ചർ ഓർക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ്. ഇതിന്റെ നോർമൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ടോപ്പിക് സെന്റൻസ് പ്രധാനപ്പെട്ട ആശയങ്ങൾ മുകളിലായിരിക്കും, താഴെ ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ട്രാറ്റജി ആർക്കെങ്കിലും കാണാൻ പറ്റിയായിരുന്നു വായിച്ചു പോയപ്പോ? ഇവിടെ ഒരു ഒപ്പീനിയൻ വേർഡ് ഇല്ലേ? ഈ ബിലീവ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പീറ്റർ ബിലീവ്സ്. ഈ സേസ് എന്ന് പറയുന്നതിന്, ഡോക്ടർ പീറ്റർ സേസ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അതിന്റെ താഴോട്ടാണ് ആൻസർ വരുന്നത്. വേറെ ഏതെങ്കിലും ഇതുണ്ടോ? ഇതിന് താഴോട്ടൊന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന് ഏതെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ബട്ട് കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ട്. ബട്ട് കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും, അത് കഴിഞ്ഞായിരിക്കും ആൻസർ എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? അതായത് എല്ലാം പറഞ്ഞിട്ട് പറയാണ്, ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് ആൻഡ് ആസ് ഫാർ ആസ് ഐ ആം അവെയർ നോ കൺട്രി ട്രൂലി ഡസ്. അതായത് വിധിവശാൽ അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി പുതിയ ഒമിക്രോൺ വൈറസ് അല്ലെങ്കിൽ കോവിഡ് വേരിയേഷന്റെ വാക്സിൻസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, മറ്റൊരു രാജ്യത്തിലും അവൈലബിൾ അല്ല എന്ന് പറയുമ്പം അവിടെ നിരാശയാണ് അല്ലെ? ഇമോഷൻ എന്താണ്? നിരാശയാണ്. ഇവിടെയും വാക്സിൻ ഇല്ല, ഒരു ലോകത്തും വാക്സിൻ അവൈലബിൾ അല്ല, ഒരിടത്തും വാക്സിൻ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു നിരാശയുടെ, അൺഫോർച്ചുനേറ്റ് ആണ് അല്ലെ? ആ ഒരു ഇതാ വരുന്നത്. There was a healthcare system that had everything patients need and want immediately. There wouldn't be a problem. But we don't have that. And as far as I am aware, no country truly does. You have to determine priorities, Peter says. അതുകൊണ്ട് നിങ്ങൾ പ്രയോറിറ്റീസ് ഡിറ്റർമിൻ ചെയ്തേ പറ്റൂ. ആർക്ക് ആ സർജറി ആദ്യം കൊടുക്കണം, ആർക്കുള്ള വാക്സിൻ ആദ്യം കൊടുക്കണം, പ്രായമുള്ളവർക്ക് കൊടുക്കണോ, ചെറുപ്പക്കാർക്ക് കൊടുക്കണോ? നിങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിന്തിച്ചു നോക്കുക. കോവിഡ് വാക്സിന് കുറച്ചുള്ളൂ, ലിമിറ്റഡ് ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ. അത് ആർക്കാ കൊടുക്കണ്ടേ? അത്യാവശ്യം വന്നാൽ
ഹെൽത്ത് പ്രൊഫഷണൽസിനായിരിക്കും ആദ്യം കൊടുക്കുന്നത് അല്ലേ? ഹെൽത്ത് പ്രൊഫഷണൽസിന്. ആദ്യം നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്, ഡോക്ടേഴ്സിന്, ഹെൽത്ത് പ്രൊഫഷണൽസിനാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഗതിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഞങ്ങളെയൊക്കെ നോക്കി നിങ്ങൾ പറയും ഗതിയില്ലാത്തതുകൊണ്ട് അച്ഛന് തരാനില്ല വാക്സിൻ, ഞങ്ങൾ എടുക്കട്ടെ എന്ന് പറയും. മനസ്സിലായോ? ഇത് ഇച്ചിരി കോമ്പറ്റൻസി നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ചോദ്യത്തിന്. അത് നിങ്ങൾ പ്രാക്ടീസ് കൊണ്ട് കിട്ടും. അതായത് ആ ഒരു ഇമോഷൻസ് ആണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവന്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട്, അതിന്റെ ഒരു ബേസ് ചെയ്ത് ഇമോഷൻസ് മനസ്സിലാക്കണം. ഇവിടെ എക്സ്പെൻസിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ ഈ പാരഗ്രാഫില്? ലെസ് എക്സ്പെൻസീവ് ആണോ, മോർ എക്സ്പെൻസീവ് ആണോ, ലോങ് റണ്ണിലോ ഷോർട്ട് അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? അതുമില്ല. ഗവൺമെന്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. ഹാസ് ബീൻ ഷോൺ ടു റെഡ്യൂസ് ഹാർംഫുൾ ഔട്ട്കംസ്. ഔട്ട്കംസിനെ കുറിച്ച് പറയുന്നുണ്ടോ? വിം എന്ന് പറഞ്ഞാൽ എന്നതാ? പാത്രം കഴുകുന്ന സാധനമാണോ? ഷീ ലീവ്സ് അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് പറഞ്ഞാൽ അവള് തോന്നിവാസിയാണ്. ലീവ് അക്കോർഡിംഗ് ടു യുവർ വിംസ് ആൻഡ് ഫാൻസീസ്. വിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ഈ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ വാക്സിൻ കുറച്ചേ ഉള്ളൂ, ആർക്കാ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ പഞ്ചായത്ത് മെമ്പറോ വിളിച്ച് പറയുന്നവർക്ക് കൊടുക്കരുത്. മറിച്ച് അതിന് കാതലായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടുത്തെ കോൺസെപ്റ്റ് പ്രയോറിറ്റൈസിങ് പേഷ്യൻസ് ആണ്. അത് നല്ലതല്ല, പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലതല്ല. എല്ലാവർക്കും റൈറ്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് കിട്ടാൻ. പക്ഷേ ഇവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ചെയ്യുന്നു എന്നാണ് മൊത്തത്തിൽ അവർ പറയുന്നത്. ഓക്കെ ആണോ? വീണ്ടും അടുത്ത ചോദ്യം.